സഭാ രക്തസാക്ഷികളുടെ ഗണത്തിലെ കടിഞ്ഞൂലായിട്ട് കണക്കാക്കപ്പെടുന്ന ആളാണല്ലോ സ്തെഫാനോസ് സഹദ. സഹദയന്മാരുടെ മകുടം എന്ന ബഹനാം സഹദയെക്കുറിച്ച് പറയുന്നു എങ്കിലും ആദ്യ സഹദ ശിശു സഹദയന്മാരെ തൽക്കാലം മാറ്റിവെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ക്രൈസ്തവ സഭയുടെ അല്ലെങ്കിൽ പെന്തക്കോസ്തിയുടെ സംഭവത്തിന് ശേഷം സഭയ്ക്ക് വേണ്ടി ആദ്യം രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തിയാണ് സ്തെഫാനോസ് സഹദ. അദ്ദേഹത്തിൻ്റെ മഹാത്മ്യങ്ങളെ നമ്മൾ എത്രയോ നാളുകളായിട്ട് കേൾക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ 7-ാം അധ്യായത്തിൽ അദ്ദേഹം സഹിക്കുന്ന പീഡകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കഷ്ടതകളെക്കുറിച്ച്, അദ്ദേഹം കല്ലേറുകൊണ്ട് തൻ്റെ ജീവനെ ജഡമാകുന്ന കൂടാരത്തിൽ നിന്ന് സ്വർഗീയ നാഥൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച്, സ്വർഗം തുറന്നിരിക്കുന്നതും ഒരു ഗോവണിയിലൂടെ മാലാഖമാർ കയറിയിറങ്ങുന്നതും എല്ലാം കാണുന്ന അസാധാരണമായ ഒരു ദർശനമാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആദ്യമേ എനിക്ക് പറയുവാനായിട്ടുള്ളതാണ്, വിശുദ്ധനായ ഒരു വ്യക്തിയുടെ മഹത്വം ദർശിക്കേണ്ടുന്നത് എന്തെല്ലാം അടയാളങ്ങളും അത്ഭുതങ്ങളും അദ്ദേഹം ചെയ്തുകൂട്ടി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയോ, അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ എത്ര ആളുകൾക്ക് രോഗസൗഖ്യം കിട്ടി എന്നുള്ളതോ ആകണമെന്നില്ല. മറിച്ച് ഒരു വിശുദ്ധൻ തൻ്റെ കഷ്ടതകളുടെ നടുവിൽ തൻ്റെ ആത്മാവിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വിടുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ സ്വർഗീയമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നെങ്കിൽ, സ്വർഗീയമായ ദർശനങ്ങൾ കാണാൻ സാധിക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവരാണ് വിശുദ്ധര്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ ഈ കഴിഞ്ഞ തലമുറയിലെങ്കിലും കുറഞ്ഞത് കണ്ടേക്കാം, പ്രായം ചെന്ന നല്ല വാർദ്ധക്യം ചെന്ന മാതാപിതാക്കളൊക്കെ അവരുടെ അന്ത്യസമയത്ത് 2 രീതിയിലുള്ള പ്രതികരണങ്ങൾ, ഞാനങ്ങനെ 3 മരണ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന 3 സന്ദർഭങ്ങൾക്ക് സാക്ഷിയായ ഒരാളാണ്. അതിലൊരാളുടെ മാത്രം വ്യത്യസ്തമായിരുന്നു. നിങ്ങൾ കാണുന്നത് ചില ആളുകൾ ആ മരണസമയം അടുക്കുന്ന സമയത്ത് വല്ലാതെ ആശങ്കയും അവരുടെ മുഖം പോലും വൈകൃതമാകുകയും, അവർ വരുന്നു, ഇവർ വരുന്നു, എന്നെ പിടിക്കാൻ വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ടദർശനങ്ങൾ കാണാനിടയുണ്ട്. എന്നാൽ ചുരുക്കം ചില ആളുകളെങ്കിലും കന്യകമാതാവിനെയും പരിതരത്തിലെയും പരിശുദ്ധന്മാരെയും ഒക്കെ മാലാഖമാരെയും അവരെല്ലാം കൂടെ ഇവിടെ നിൽപ്പുണ്ട് എന്ന് പറയുന്നതും നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ വർണ്ണിക്കാനായിട്ട് നേരമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ചുരുക്കത്തിൽ ഒരാളുടെ വിശുദ്ധിയും ഒരാളുടെ ശ്രേഷ്ഠതയും ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണതയും ഭൗതിക ജീവിതത്തിൽ കാണുമ്പോൾ അവിടെ കാണുന്ന അസാധാരണമായ ഒരു സംഗതിയാണ് ദർശനം എന്നത്. ഈ സ്തെഫാനോസ് ക്രൂരമായിട്ട് കല്ലേറുകൾക്ക് വിധേയനായിട്ട് വളരെ വേദനാജനകമായിട്ട് ആ യൗവനക്കാരൻ കിടന്ന് പുളയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ദർശനം എന്താണ്? അദ്ദേഹം യഥാർത്ഥത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നതും അതിലൂടെ സ്വർഗത്തിലേക്ക് മാലാഖമാർ കയറി ഇറങ്ങുന്നതുമായ ഒരു വലിയ കാഴ്ച അദ്ദേഹം കാണുകയാണ്. ഇത് അസാധാരണമായിട്ടുള്ള ഒരു സിദ്ധിയാണ്. എന്തിനാണ് യഥാർത്ഥത്തിൽ സ്തെഫാനോസ് ഇങ്ങനെയൊരു പീഡ, ഇങ്ങനെയൊരു മരണം വരിച്ചത് എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. അതിൻ്റെ കാരണം നമുക്കൊക്കെ അറിയാം. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ ശമാശൻ യേശുദമ്പുരാനെ അദ്ദേഹത്തിൻ്റെ ഈ ലോക ജീവിതകാലത്ത് കണ്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. കാണാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കാം. കാരണം യൗവനക്കാരനായതുകൊണ്ടും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള സംഭവമൊക്കെ ആയതുകൊണ്ട് കാണാൻ സാധ്യത കുറവായിരിക്കാം. ഒരു പക്ഷേ അനേകർ ശിഷ്യന്മാരായിട്ട് പ്രായമുള്ളവരും ചെറുപ്പക്കാരും
അദ്ദേഹത്തിന്റെ പിന്നാലെ പോയതുകൊണ്ട് ഒരു പക്ഷേ കാണുവാനും സാധ്യതയുണ്ട്. ഏതായിരുന്നാലും കണ്ടുവോ കണ്ടില്ലയോ എന്നുള്ളതല്ല, നഗ്ന നേത്രങ്ങൾ കൊണ്ട് ക്രിസ്തുവിന്റെ കാലഘട്ടത്തെയോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയോ കാണാൻ സാധിച്ചു എന്നുള്ളതല്ല, മറിച്ച് ക്രിസ്തുവേശുവിലൂടെ വെളിവായ സത്യത്തിന്റെ ആഴം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചു. ക്രിസ്തുവേശുവിലൂടെ വെളിവായ സ്നേഹത്തിന്റെ ആഴം, അതാണ് സത്യത്തിന്റെ ആഴം. ദൈവം അവനെ തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു എന്ന് നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തോടുള്ള, മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന് അതിരുകളുണ്ടായിരുന്നില്ല. ദൈവസ്നേഹത്തിന് അതിരുകളില്ല. അതുകൊണ്ടാണ് അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട്, അവിടെ യഹൂദനെ സ്നേഹിച്ചു എന്നല്ല, യവനനെ സ്നേഹിച്ചു എന്നല്ല, ഈ കാലഘട്ടത്തിലാണെങ്കിൽ ക്രിസ്ത്യാനിയെ സ്നേഹിച്ചു എന്നോ ഇസ്ലാമിനെ സ്നേഹിച്ചു എന്നോ അല്ല, അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട്, മനുഷ്യനെ സ്നേഹിച്ചതുകൊണ്ട് തന്റെ ഏകജാതനെ നൽകുവാനായിട്ട് പിതാവാം ദൈവം തയ്യാറായെങ്കിൽ ആ ദിവ്യമായ സ്നേഹം ക്രിസ്തുവേശുവിലൂടെ ഈ സ്തെഫാനോസ് സഹദ കാണുവാനായിട്ട് ഇടയായി. അതെങ്ങനെയാണ്? കാൽവറി കൂന്നിൽ കടന്നുകൊണ്ട് അദ്ദേഹം ലോകം കേട്ടിട്ടില്ലാത്ത ഒരു വലിയ മധ്യസ്ഥത, ദ ഗ്രേറ്റ് ഇന്റർസെഷൻ എവർ ഹേർഡ് ഇൻ ദ വേൾഡ്, അത് നടത്തിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതെന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളത്. പക്ഷേ ആ വാക്യങ്ങൾ വായിക്കുന്ന നേരത്ത് നമുക്ക് തോന്നുന്ന ഒരു ചിന്ത, തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ മധ്യസ്ഥത നടത്തിയത് എന്നാണ്. ഒരിക്കലും അങ്ങനെ കരുതരുത്. പടയാളികളായിട്ട് റോമാക്കാരായ കുറെ പടയാളികൾ, അവർക്ക് യേശുവിനെ അറിഞ്ഞുകൂടാ, യേശുവുമായിട്ട് അവർക്ക് പ്രത്യേകിച്ച് വാശിയും വൈരാഗ്യവും ഇല്ല. അവര് ജീവനക്കാരാണ്, പടയാളികളാണ്. ഉത്തരവുകൾ നടപ്പാക്കുവാനായിട്ട് വിധി അല്ലെങ്കിൽ ഉത്തരവാദിത്വമുള്ള ആളുകളാണ്. അതുകൊണ്ട് ദാറ്റ് ഗ്രേറ്റ് ഇന്റർസെഷൻ വാസ് നോട്ട് ഫോർ ദ സോൾജേഴ്സ് who were assembled to crucify Jesus. കർത്താവിനെ കുരിശിക്കുവാനായിട്ട് അവിടെ കൂടിയ ആ ആളുകളെ കുറിച്ചല്ല അവൻ പറഞ്ഞത്. പിതാവേ, ഇവർ ചെയ്യുന്നത്, ആ ഇവർ എന്ന കാറ്റഗറിയിൽ ആദാം മുതൽ ഇനി വരുവാനിരിക്കുന്ന ജനക്കൂട്ടം വരെ ഉണ്ടെന്ന് ഓർത്തുകൊള്ളുക. ആദാം മുതലുള്ള സകല മനുഷ്യവർഗത്തിനു വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. അല്ലായിരുന്നെങ്കിൽ ആ കള്ളന്മാർക്ക് മാത്രം ക്ഷമ കിട്ടുകയും നമ്മളൊക്കെ ഇപ്പോഴും ദൈവസ്നേഹത്തിന്റെ ആ ക്ഷമയുടെ മധുരം അറിയാത്തവരുമായി പോകുമായിരുന്നു. അതുകൊണ്ട് അതാണ് മഹാപുരോഹിത പ്രാർത്ഥന, അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന, അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഇന്റർസെഷൻ. ആ വാക്കാണ് ഇഷ്ടം. ദ ഗ്രേറ്റ് ഇന്റർസെഷൻ എവർ ഹേർഡ് ഇൻ ദ വേൾഡ് ദാറ്റ് വാസ് ഓൺ ദ ക്രോസ്. അത് കാൽവറിയിലാണ്. അത് നിർവഹിച്ചത് ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ച പിതാവിന്റെ ഏകജാതനാണ്. ഇതാണ് ക്രിസ്തുവിലെ സ്നേഹം, ഇതാണ് ക്രിസ്തുവിലെ രഹസ്യം. ഈ രഹസ്യത്തെയാണ് സ്തെഫാനോസ് സഹദായ്ക്ക് കാണാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് അദ്ദേഹം ക്രൂരമായിട്ട് വേദന അനുഭവിക്കുന്ന നേരത്തും അദ്ദേഹത്തിന്റെ ദർശനം എന്താണ്? അദ്ദേഹത്തിന്റെ ദർശനം മാലാഖമാര് അങ്ങനെ കയറി ഇറങ്ങുന്ന, അല്ലെങ്കിൽ സ്വർഗം തുറന്നിരിക്കുന്നത് അദ്ദേഹം കാണുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. ദൈവസ്നേഹത്തിന്റെ ആഴം, ദൈവസ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുന്ന ആളുകൾക്ക് സ്വർഗം തുറന്നിരിക്കുന്നത് കാണാം. ആ സ്വർഗത്തിൽ ഭിന്നതകളൊന്നുമില്ല. ആ സ്നേഹത്തിൽ വ്യത്യസ്ത മതങ്ങളോ പല സഭാവിവാഹങ്ങളോ കർത്താവിന്റെ സന്നിധിനെ കാറ്റഗറൈസ് ചെയ്ത് ABCD എന്ന ക്ലാസുകളൊന്നുമില്ല. അവിടെയുള്ളത് അനന്തമായ ദൈവസ്നേഹത്തെ ആശ്ലേഷിക്കുന്ന, ആ അനന്തമായ സ്നേഹം കൊണ്ട് തന്റെ ജനത്തെ, മക്കളെ ആശ്ലേഷിക്കുന്ന സ്വർഗീയ പിതാവിന്റെ ദർശനമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ സ്തെഫാനോസ് സഹദ കേട്ടത്. ഇനി ചിന്തിക്കുക, നാം വസിക്കുന്ന ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവ സാക്ഷ്യവും ഈ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികളുടെ ക്രിസ്തീയതയും ഈ സ്തെഫാനോസ് സഹദയുടെ ക്രിസ്തീയതയും തമ്മിൽ ഏതളവിലാണ് നമുക്കൊന്ന് സാവധാനത്തിൽ അടുത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ സ്വർഗം തുറക്കുന്ന കാഴ്ചകൾ ആരും കാണുന്നില്ല, ഞാനും കാണുന്നില്ല.
ഇവിടെ സ്വർഗത്തിലെ ദൈവം സകലരെയും ആശ്ലേഷിക്കുന്നത് ഞാൻ കാണുന്നില്ല. ഇവിടെ ക്രിസ്തു ഈ ഭാഗ്യതയില്ലാതെ എല്ലാവരെയും തന്റെ മാറോട് ചേർത്ത് എല്ലാവർക്കും വേണ്ടി ഗ്രേറ്റ് ഇന്റർസെഷൻ നടത്തുന്നത് ഞാൻ കാണുന്നില്ല. എങ്കിലും സ്റ്റിൽ വി ആർ കോൾഡ്, വി ആർ നോൺ ആസ് ക്രിസ്ത്യൻസ്. എങ്കിലും നമ്മൾ പറയുന്നു ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. എന്തർത്ഥത്തിൽ? ക്രിസ്തുവിന്റെ സ്നേഹം എന്റെ ഉള്ളിലില്ലെങ്കിൽ പിന്നെ ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയില്ല. എന്താണ് അർത്ഥം? ക്രിസ്തീയത എന്ന് പറയുന്നത് കുറെ കൾട്ടിക് അനുഷ്ഠാനങ്ങളുടെ മാത്രം, ആരാധനകളുടെ മാത്രം തുകയാണെന്ന് കരുതരുത്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന്, അവനോടുള്ള സ്നേഹത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ അവനോടുള്ള അർപ്പിക്കുന്ന സ്തോത്രയാഗങ്ങളാണ് വിശുദ്ധ കുർബാനയാണെങ്കിലും മറ്റെല്ലാ ദിവ്യ ആരാധനകളും. ഈ പുണ്യമുള്ള അതിവിശുദ്ധമായ കൂദാശകളെയും ആരാധനകളെയും പുണ്യമുള്ള പിതാക്കന്മാർ നമുക്ക് വേണ്ടി ക്രമീകരിച്ചു തന്നു. അവരെല്ലാം തന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞിട്ടത് ചെയ്തു. എന്നാൽ ഇന്ന് നമ്മൾ ക്രിസ്തു സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാതെ, സ്വർഗത്തിലെ ദർശനം കിട്ടാതെ, എല്ലാവരെയും ആശ്ലേഷിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിയാതെ അവനെ കുറിച്ച് ഘോഷിക്കുന്നു, അവന് വേണ്ടി മറവിളി കൂട്ടുന്നു. ചിലപ്പോഴൊക്കെ അവനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുന്നു. കർത്താവ് നമ്മളെ സംരക്ഷിച്ചത്. കർത്താവ് കാൽവറിയിൽ കിടന്നപ്പോൾ സംരക്ഷിക്കാൻ ഒരുത്തിനും ഉണ്ടായില്ല, ആരുടെയും സഹായവും വേണ്ടായിരുന്നു. കാരണം എന്താണ്? അവൻ മുഴുവൻ ആർദ്രതയാണ്. അവൻ മുഴുവൻ ആർദ്രതയായിരുന്നു. ആദ്യം ഈ കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് നമ്മൾ കുരിശിലെ 7 മൊഴികളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ ആകർഷിച്ച 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ ഈ ഗ്രേറ്റ് ഇന്റർസെഷനാണ്. സകല മനുഷ്യജാതിക്ക് വേണ്ടിയും അവൻ തന്നെ വിളിക്കുന്നു, മധ്യസ്ഥത അണക്കിയാണ്. രണ്ടാമത്തേതാണ് എനിക്ക് അതിലും ടച്ചിങ് ആയി തോന്നിയത്. 2 കള്ളന്മാരെ ഇടത്തും വലത്തും ക്രൂശിച്ചിരുന്നു. ഒരുത്തൻ പരിഹസിച്ചു, മറ്റേവൻ പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിക്കുന്ന നാള് അതെന്നാണേലും വേണ്ടില്ല, ഉടനെയൊന്നും പ്രാപിക്കുമെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണേ എന്നാ പറഞ്ഞത്. കർത്താവിന്റെ മറുപടി എന്താ? നീ ഇന്ന്, ടുഡേ ഇറ്റ്സെൽഫ്, നീ ഇന്നെന്നോടുകൂടെ പർദീസായിലിരിക്കും. എനിക്കത് വല്ലാതെ അടുത്ത കാലത്ത് എന്റെ ഹൃദയത്തെ പിടിച്ച് കുലുക്കുന്ന, എന്റെ ഹൃദയത്തിൽ ആഴമായ സ്വാധീനം ചെലുത്തിയ ഒരു പദമാണത്. ഇന്ന് എന്റെ കൂടെ നീ. അവൻ ആവശ്യപ്പെട്ടോ നീ രാജ്യത്വം പ്രാപിക്കുന്ന നാളിൽ മതി. പക്ഷെ അവൻ പറഞ്ഞത് ഇന്ന് നീ എന്നോട് കൂടെയാണ്. അതാണ് ദൈവസ്നേഹം. കള്ളനാണേലും ആരാണേലും അവൻ ഇന്ന് എന്റെ കൂടെ വേണം എന്നാവശ്യപ്പെടുന്ന ക്രിസ്തീയതയും വിശുദ്ധിയും ഇല്ലാതെ പോയാൽ സ്വർഗം തുറക്കുന്ന കാഴ്ച കാണാൻ ഒക്കെയില്ല. സ്നേഹമുള്ളവരെ, സമയം കഴിയാറായി. ലോകത്തിന്റെ ഗതിവിഗതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 40 വർഷങ്ങൾക്ക് ശേഷം ഈ പെരുന്നാൾ നടത്താനായിട്ട് മെത്രാച്ചൻ വന്നാൽ ഇത്ര ആളുകൾ ഈ ദേവാലയത്തിൽ ഉണ്ടാകുമോ എന്ന് വളരെ ഗൗരവമായിട്ട് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് തന്നെ സുപ്രധാന കാലം. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ആർക്കടുക്കുവാനും ചെല്ലുവാനും വഴിയാത്തൊരു കാലത്തിന് വേണ്ടി കാത്തിരിക്കരുത്. ക്രിസ്തുവേശുവിന്റെ സ്നേഹം അതാണ്. ഒരു ദർശനം കൂടെ, ഒരു കാഴ്ചയോടെ ഞാൻ കണ്ടു. കാൽവറിയിൽ അവൻ ശിരസ് മുകളിലേക്ക് വെക്കാൻ ഒക്കാതെ ശിരസ് കുനിഞ്ഞു കിടക്കുകയാണ്. അവിടെ താഴെ കണ്ണുനീരൊലിപ്പിക്കുന്ന തന്റെ അമ്മയെയും തന്റെ വാത്സല്യ ശിഷ്യനെയും കണ്ടു. അവിടെയും അവന്റെ കൺസേൺ തന്റെ വേദനയെക്കുറിച്ച് ആയിരുന്നില്ല. അവന്റെ കൺസേൺ എന്തായിരുന്നു? ആ അമ്മയെ കുറിച്ചാണ്. അമ്മേ, നിന്റെ മകനിതാ. മകനോട് പറയുകയാണ്, മകനെ, ഇത് നിന്റെ അമ്മയാണ്. കാൽവറി ക്രൂശിന്റെ ചുവട്ടിൽ ഉടലെടുക്കുന്ന സ്നേഹങ്ങൾക്കേ ആത്യന്തികമായിട്ട് വിജയമുണ്ടാകാറുള്ളൂ. കാൽവറിയുടെ ചുവട്ടിലാണ് ആഴമുള്ള ബന്ധങ്ങൾ ഉടലെടുക്കുന്നത്. അതുകൊണ്ട് ഭിന്നതകളെ മാറ്റണമോ, നിങ്ങളിലെ തർക്കങ്ങളെ നീക്കണമോ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, സമൂഹത്തിൽ നേരിടുന്ന ഭിന്നതകളെ നിങ്ങൾക്ക് നീക്കണമോ, അതിന് മാർഗം ഒന്നേ ഉള്ളൂ. കാൽവറി ക്രൂശിന്റെ അടിയിലെ സ്നേഹം. അത് കാൽവറിയുടെ മുകളിൽ കടന്ന്, ആ ക്രൂശിന്റെ മുകളിൽ കടന്ന് അവന് താഴേക്ക് നോക്കുവാൻ കഴിഞ്ഞപ്പോൾ
അല്ലെങ്കിൽ അവൻ താഴേക്ക് അവൻ കുനിഞ്ഞു കിടക്കുകയാണ്. അവിടെ അവൻ പുതുതായിട്ട് സൃഷ്ടിക്കുന്ന ഒരു മാതൃപുത്ര ബന്ധമുണ്ട്. അത് ലോകാവസാനത്തോളം നിലനിൽക്കുന്നതാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഞാൻ സ്തെഫാനോസ് സഹദായിൽ കാണുന്ന ശ്രേഷ്ഠമായ വസ്തുത ഇതാണ്. അദ്ദേഹം പീഡയേറ്റു, അദ്ദേഹം കല്ലേറ് കൊണ്ടു, തൻ്റെ പ്രാണനെ വിട്ടു. നല്ല കാര്യം. എന്തുകൊണ്ട്? ക്രിസ്തു സ്നേഹത്തിൻ്റെ മധുരം ഒരുപാട് നുണഞ്ഞതുകൊണ്ടാണ്. ആ മധുരം ഒരുപാട് നുണഞ്ഞതുകൊണ്ട് ഈ കല്ലേറിന്റെ സമയത്തും അദ്ദേഹം കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ചയാണ്. അവിടെ തൻ്റെ കൈകൾ നീട്ടി ആലിംഗനം ആശ്ലേഷിക്കുവാൻ കാത്തിരിക്കുന്ന ദൈവത്തെയാണ്. ക്രിസ്തു സ്നേഹം ഉൾക്കൊള്ളാതെ, ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയാതെ ക്രിസ്തീയത എന്ന പേരിൽ നമ്മൾ എന്തു പറഞ്ഞാലും അതിന് വലിയ അർത്ഥമുണ്ടാവുകയില്ല. അതുകൊണ്ട് യേശുവിനെ അറിയുക, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിയുക. യേശുവിനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവത്തിൻ്റെ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്ന പദത്തിൻ്റെ ആഴം തിരിച്ചറിയുക. വാതിരിവോടില്ലാതെ മനുഷ്യരെ കാണുവാനും മനുഷ്യനെ സ്നേഹിക്കുവാനും ഒരാൾ തയ്യാറാകുമ്പോൾ അവൻ്റെ പേരാണ് ക്രിസ്ത്യാനി. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ.